ആറ്റ് നോറ്റ് കാത്തിക്കിട്ടിട്ട് കുടിക്കലിൽ നിന്നവരെ നമുക്ക് പോയേക്കാം. ഒരു ഭാഗത്ത് തിന്ന് കൊല്ലി കെട്ടി നിൽക്കണം നമ്മുടെ സ്വന്തം ദിലു. ഓൻ പിന്നെ പണ്ടേ പുലു ഓനെ വ്ളോഗിൽ ഉൾപ്പെടുത്തി അവന്റെ തലമണ്ട കുത്തി പൊട്ടിച്ചെന്ന് പറയണം. എന്നാലും നമ്മൾ എടുക്കും. വേൾഡ് കപ്പിന് ചർച്ചയിലും മുഴങ്ങി കുത്തർക്കാണ് നമ്മുടെ സ്വന്തം ഈ ചങ്ങായി. എന്തായി അന്റെ ബ്രസീല് തോറ്റിയില്ലേ? നീ കാവുന്ന് കടന്ന് മുണങ്ങിക്കോ. അത് ശരിക്ക് അർജന്റീന ചടുത്ത കളിച്ചതാ. ഓലടിച്ച പന്ത് ശരിക്ക് പുറത്തേക്ക് പോണ്ടിയതേ. ഇനി ആ പോസ്റ്റിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കേറി. അതുകൊണ്ടാ, അല്ലെങ്കിൽ ഞങ്ങള് ജയിച്ചു. ഇനി പോസ്റ്റിന്റെ ഉള്ളിലേക്ക് പന്തടിച്ചാൽ തന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയത്, അല്ലാതെ മൂക്കില് വരലിട്ട് കുച്ചിരിക്കാനല്ല. മനസ്സിലേ? ഇപ്പച്ചിക്ക് പിന്നെ സീറ്റ് കിട്ടാത്തോണ്ട് ഏകാന്തതയുടെ മുഖഭാഗത്തേക്കാണ് കേട്ടോ. ഇതാണ് നമ്മുടെ സ്വന്തം കൊച്ചുക്കാ. നാട്ടിലെ എല്ലാ പരിപാടിക്കും സജീവമായിട്ട് എല്ലാരും സഹായിക്കുന്ന ആളാണ്. ഇപ്പൊ പാവം കൊയങ്ങിക്കാട്ടോ. അല്ലട്ടോ ഇരിക്കാട്ടോ. ഈ ക്യാമറയൊക്കെ നോക്കിയാണ് ഇളിച്ചിക്കാണ് നമ്മുടെ സ്വന്തം സവാ. ഫോണത്തെ ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാരും ഓന്റെ അടുത്തേക്ക് ചെല്ലും. അതാണ് ഓന്റെ പ്രത്യേകത. ഫോണിനെ കുറിച്ചുള്ള ഒരു വിവരം പോലും ഓനക്കറിയില്ല. ഇന്ന് അറിയില്ലാന്നോ പറയില്ല. ഇവന് പിന്നെ അളിയാക്കാന്റെ ബൈക്ക് കിട്ടിയതിന്റെ പൊലിവരാണ് ഓൻ നിൽക്കുന്നത്. ഇവൻ പിന്നെ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഫുഡ് കഴിക്കണത്. ഇവനെ മിക്കവാറും ഈ പേർക്കാർ ആട്ടിപ്പിടാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. ഇവൻ പിന്നെ ഞങ്ങളെ നാട്ടിലെ സ്പൈഡർമാൻ ആട്ടോ. കയ്യൊക്കെ ഇങ്ങനെ ഇട്ടോ വലക്കട് വരും. ഇന്റെ വീഡിയോയിൽ ഓന്റെ തല പെട്ടാലെ വിചാരിച്ചാണോ തൂണിന്റെ പുറകിൽ ഒളിച്ചിക്കണാണ് നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ നാട്ടിൽ കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഉണ്ടായി വന്ന പഞ്ചായത്തുകളും. ഈ പക്കത്തെ കൂടെ നടക്കുമ്പോൾ ബൈക്കട് വീണാൽ ഒരു ചൊർക്കും ഉണ്ടാവില്ല. വീഡിയോ പറഞ്ഞതിൽ 1 മിനിറ്റ് കൂടുതലായി. സബ്സ്ക്രൈബ് ചെയ്ത് പോയിക്കോളി.